ഏജിങ് വലിയൊരു ഘടകമാണ് നമ്മുടെ രാജ്യത്തെ ചികിത്സാരംഗം സമ്മാനിക്കുന്ന അവസരങ്ങൾ. കാരണം ആൾക്കാരുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അവരിൽ രോഗസാധ്യതകൾ ഏറാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയാണ് ക്യാൻസർ. അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഗ്രോത്തുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള നമ്മുടെ ശാരീരികമായ പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന താളപ്പിഴകളുമൊക്കെ ചികിത്സാരംഗത്ത് നിർണ്ണയിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള നിർണയം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി എന്ന് പറയുന്നത് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി സമ്മാനിക്കുന്ന തൊഴിലവസരങ്ങളിലൂടെയാണ്. മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി എന്ന് പറയുമ്പോൾ അത് എക്സ്റേ, അതുപോലെ തന്നെ CT സ്കാനിങ്, മാമോഗ്രാഫി, പെറ്റ് സ്കാനിങ് അടക്കമുള്ള വിവിധങ്ങളായിട്ടുള്ള സ്കാനിങ് പ്രോസസ്സുകളെല്ലാം ഇവിടെയാണ് വരിക. അൾട്രാസൗണ്ട് സ്കാനിങ് ഉൾപ്പെടെയുള്ള സാധ്യതകളെല്ലാം ആ പഠന തൊഴിൽ സാധ്യതകളാണ് രോഗനിർണയത്തിന് ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഉപാധി. അപ്പോൾ ഇത്തരത്തിലുള്ള സ്കാനിങ് പ്രോസസ്സുകളെല്ലാം നടക്കുമ്പോൾ പ്രധാനമായിട്ടും ഇത് നിയന്ത്രിക്കുന്നതിന് ടെക്നീഷ്യന്മാരെ ആവശ്യമാണ്. കാരണം ഇവിടെ ധാരാളം റേഡിയേഷനിലൂടെയാണ്, അല്ലെങ്കിൽ എക്സ്റേ ആയാലും സ്കാനിങ് ആയാലും ഇവിടെ ഒരു റേഡിയേഷൻ പ്രോസസ്സിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ റേഡിയേഷൻ നടക്കുന്നതിലൂടെ തന്നെ ആ അയണൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ റേഡിയേഷൻ്റെ അപകട സാധ്യതകളെ മിനിമൈസ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ മേഖലയിൽ പഠനം നടത്തുന്ന ആൾക്കാർ ആറ്റമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ അംഗീകാരമുള്ള കോഴ്സുകൾ ചെയ്താൽ മാത്രമേ ഇവിടെ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാൻ പലപ്പോഴും സാധിക്കുകയുള്ളൂ. അപ്പോൾ മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അവർക്ക് ഡിപ്ലോമ പ്രോഗ്രാമുണ്ട്, ഡിഗ്രി പ്രോഗ്രാമുണ്ട്, രണ്ടിലേത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കും. മറ്റു മേഖലകളേക്കാൾ വളരെ പ്രധാനപ്പെട്ടൊരു മേഖല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരുന്ന പേഷ്യൻസ്, ആ രോഗികളുമായിട്ടുള്ള ഇടപഴകൽ, അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അവരെ മാനേജ് ചെയ്യാനുള്ള, കാരണം പലപ്പോഴും രോഗം മൂർച്ഛിച്ചിട്ട് ഒക്കെ വേദന സഹിക്കവയ്യാതെ വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ വളരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ളൊരു സോഫ്റ്റ് സ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കാരണം ഒരു ക്ലയൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തിരിക്കണം. കൂടാതെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നതിൽ ഒരു കോംപ്രമൈസും ഇവിടെ പാടില്ല. കാരണം എത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മെഷീനായാലും അതിനകത്ത് പലപ്പോഴും നമുക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നാൽ പോലും നമുക്കവിടെ ലീക്കേജ് ഉണ്ടാകാം, നമുക്ക് അപകടകരമായ സാധ്യതകളിലേക്ക് നമ്മൾ ചെന്നെത്തപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സേഫ്റ്റി ഗിയേഴ്സ് യൂസ് ചെയ്യാതെയുള്ള പ്രവർത്തനങ്ങൾ പാടില്ല. ഇവിടെ രോഗിയെ എടുത്ത് കിടത്തുകയും നിർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പൊസിഷനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ആ പൊസിഷനിങ് പ്രോപ്പർ അല്ല എങ്കിൽ നമുക്ക് റിസൾട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഇവരെ എടുത്ത് നിർത്തുകയും കിടത്തുകയും തിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഫിസിക്കൽ എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. അത് നമുക്ക് ഷോൾഡർ പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടാക്കാൻ കാരണമാകും. ഇതെല്ലാം ഇതിൻ്റെ ഒരു വശമാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ മറികടക്കുന്ന തരത്തിലായിരിക്കണം നമ്മൾ ഓരോരുത്തരും ഈ കരിയർ മേഖലയിലേക്ക് ചെന്നെത്തേണ്ടത്. വളരെ മികച്ച സാധ്യതകളുള്ള സസ്റ്റൈനബിളായിട്ട് പോകുന്ന ഒരു തൊഴിലിടമാണ്. കാരണം എല്ലായിടത്തും ഇതിൻ്റെ ഈ ഒരു റേഡിയേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യം അവിടെ മസ്റ്റാണ്. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, അത് മാൻഡേറ്ററിയാണ്. അതുകൊണ്ട് അവിടെ ഒരു വളരെ വേഗത്തിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നൊരു തൊഴിൽ മേഖലയും കൂടിയാണിത്. കാരണം വലിയ തോതിൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു, മറ്റു തരത്തിലുള്ള രോഗസാധ്യതകൾ വർദ്ധിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഡിറ്റക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രികളുടെ എണ്ണം വർദ്ധിക്കുന്നു, ഡോക്ടേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു, പേഷ്യൻസിൻ്റെ എണ്ണത്തിന് ആനുപാതികമായിട്ട് തന്നെ ഇതും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാധ്യതകളെ നമുക്ക് പഠന മേഖലയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്ന കുട്ടികൾ അവരുടെ സ്കില്ലുകൾ ഈ ഒരു മേഖലയിലൊക്കെ പ്രോപ്പറായിട്ട്, കാരണം അലസമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു തൊഴിലല്ല ഇത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് നമുക്കിന്ന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ വളരെ മിനിമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് റേഡിയേഷൻ ഏൽക്കുന്നതിനുള്ള സാധ്യത വളരെ മിനിമമാണ്, പണ്ടത്തെ പോലെ അല്ല. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ടുള്ളൊരു തൊഴിൽ മേഖലയായിട്ട് ഇതിനെ നമുക്ക് തീർച്ചയായിട്ടും കാണാം. പക്ഷേ അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ, ആ ഒരു നിർദ്ദേശങ്ങളെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോകാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. റിസ്ക് എടുക്കാൻ ഒരിക്കലും പാടില്ല.
അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ടും വരുന്നത് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നു കുട്ടികൾ പലപ്പോഴും എന്നുള്ളതാണ്. എവിടെന്നെങ്കിലും പോയി എന്തെങ്കിലും പഠിച്ചു വരിക, അതിന് അംഗീകാരമുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ പറയുന്ന തൊഴിൽ മേഖലയിലേക്ക് എൻട്രി ചെയ്യുന്നതിന് ആറ്റമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ അപ്രൂവൽ ഇല്ലാത്ത ഡിപ്ലോമയോ ഡിഗ്രിയോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ടായിരിക്കണം നമ്മളൊരു കോഴ്സ് ഓപ്റ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ അതിനും അവർ അത് നൽകുന്നതിന് കണ്ടീഷൻസ് ഉണ്ട്. പണ്ട് ഇത് 1 ഇയർ പ്രോഗ്രാം ആയിരുന്നു, പിന്നീട് ഇത് 2 ഇയർ പ്രോഗ്രാം ആക്കി മാറ്റിയതും ഒക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്, ക്വാളിറ്റി അഷുറൻസിൻ്റെ ഭാഗമായിട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ഡിപ്ലോമയും ഡിഗ്രിയും 2 പ്രോഗ്രാമുണ്ട്. അപ്പോൾ അതിലേക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടുക? 10ാം ക്ലാസ് കഴിഞ്ഞ് +2-ന് ജോയിൻ ചെയ്തൊരു കുട്ടി +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പാസ്സായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ 3 സബ്ജക്റ്റുകളുടെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ കിട്ടുന്നത്. ആ ഇൻഡെക്സ് മാർക്ക് മാക്സിമം നേടിയെടുത്ത് പഠിച്ച് പുറത്തിറങ്ങുന്നതിനായിരിക്കണം കുട്ടികൾ ശ്രമിക്കേണ്ടത്. പലപ്പോഴും ചില സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പലയിടത്തും കാണാൻ കഴിയും. പക്ഷേ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കോഴ്സുകളൊന്നും നമുക്ക് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യാൻ ഉപകാരപ്പെടുന്ന കോഴ്സുകളല്ല എന്ന് തിരിച്ചറിയാനും അതിൽ നിന്ന് അകന്നു നിൽക്കാനും, അല്ലാതുള്ള കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ അത് കോഴ്സ് നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം, അതല്ല എങ്കിൽ നമുക്ക് ഏതൊക്കെ കോഴ്സുകളാകാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വളർത്തിയെടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കേരളത്തിലാണ് എങ്കിൽ നമുക്ക് ഇത്തരം കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് LBS സെൻറ്റർ എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനത്തിലൂടെയാണ്, അലോട്ട്മെൻറ്റ് വഴിയാണ് അഡ്മിഷൻ കിട്ടുക. അതിലൂടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ +2-ന് പഠിക്കുന്ന കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾക്ക് മാക്സിമം സ്കോർ നേടിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയിരിക്കണം. കാരണം അതാണ് ഇൻഡെക്സ് മാർക്ക്. ആ ഇൻഡെക്സ് മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും നമുക്ക് കേരളത്തിലെ ഒരു കേസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 96, 97, 98% വരെയൊക്കെ ഉള്ളവർക്ക് മാത്രമേ പലപ്പോഴും ഈ കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ കിട്ടാറുള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് ഓരോ വർഷം വേരി ചെയ്യാം. എന്നാൽ മന്യ സംസ്ഥാനങ്ങളിൽ പോകുന്നതിന് തടസ്സമില്ല, അവിടെ പോയിട്ട് പഠിക്കാം. പക്ഷേ എല്ലാത്തിനും ഈ പറയുന്ന അംഗീകാരം ഉണ്ടോ, ഉള്ള കോഴ്സാണോ നമ്മൾ പഠിച്ചത്, പ്രോപ്പറായിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആണോ, ഇതെല്ലാം നമ്മൾ കരിക്കുലമൊക്കെ നമ്മൾ വിശദമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടായിരിക്കണം ഇത്തരം കോഴ്സുകളിലേക്ക് നമ്മൾ ചെന്നെത്തേണ്ടത്. അന്യ സംസ്ഥാനങ്ങളിലായാലും മറ്റെവിടെയാണേലും. നമുക്കിവിടെ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയാണ് ഇത്തരം കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. കേരളത്തിൽ LBS സെൻറ്റർ വഴിയാണ് ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് പോവുക. പിന്നെ സ്വകാര്യ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന കോഴ്സുകൾ ഉണ്ട് എങ്കിൽ അവർ അവരുടേതായിട്ടുള്ള മാനേജ്മെൻറ്റ് സീറ്റുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അഡ്മിഷൻ പ്രോസസ്സാണ് നമുക്കിവിടെയുള്ളത്. ഇതിന് നിലവിൽ നമുക്കിവിടെ എൻട്രൻസുകളൊന്നുമില്ല, മാർക്കിനെ ബേസ് ചെയ്താണ് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ മാർക്ക് മാക്സിമം സ്കോർ ചെയ്യുക എന്നതാണ് ഇവിടെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. അപ്പോൾ പഠിക്കുക, ഈ പറയുന്ന സബ്ജക്റ്റുകൾ കൂടുതലായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക, മാക്സിമം സ്കോറോടുകൂടി പഠിച്ച് പുറത്തിറങ്ങുക. അപ്പോൾ ഇനി ജോലി കിട്ടുന്നത് പ്രധാനമായിട്ടും നമുക്ക് ആശുപത്രികളിൽ തന്നെയാണ്. കൂടാതെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സർവീസ് സ്റ്റേഷനുകളുണ്ട്, അവിടെയും ജോലി കിട്ടാം. അക്കാഡമിക്കായിട്ട് അധ്യാപകരാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ വിവിധ അക്കാഡമികളിൽ, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അധ്യാപകരായിട്ട് പഠിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട്. ക്വാളിറ്റി അഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇപ്പം നമുക്കറിയാം, ഒരു എക്സ്റേ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫിലിമുകൾ ആവശ്യമായിട്ട് വരാം. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഫിലിമിൻ്റെ ആവശ്യമില്ല, പകരം ഡിജിറ്റലായിട്ട് തന്നെ പെൻഡ്രൈവിലോ CD-യിലോ ഒക്കെ കോപ്പി ചെയ്ത് തരുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോപ്പിയിങ്ങും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഒറ്റ പാക്കേജായിട്ട് പഠിച്ചാൽ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ, മിക്കവാറും ഹോസ്പിറ്റലുകൾ, മിക്കവാറും സ്ഥാപനങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എക്സ്റേ മാത്രം പഠിച്ച ഒരാളെയല്ല, മെഡിക്കൽ ഇമേജിങ്ങിൽ ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ച ഒരാളെയല്ല. കാരണം ഡിപ്ലോമയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒറ്റ സബ്ജക്റ്റ് മാത്രമാണ് പലപ്പോഴും പഠിക്കുക. എന്നാൽ മൾട്ടിപ്പിൾ ഡിസിപ്ലിൻ പഠിച്ചിട്ടുള്ള ആൾക്കാർ, ഒന്നിലധികം സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ള ആൾക്കാർ, CT സ്കാനർ അറിയാം, മാമോഗ്രാഫി അറിയാം, അൾട്രാ സ്കാനിങ് ചെയ്യാനറിയാം, എക്സ്റേ എടുക്കാനറിയാം. എക്സ്റേ തന്നെ വിവിധ തലത്തിലുണ്ട്. നമ്മൾ പല്ലിൻ്റെ എക്സ്റേ എടുക്കുന്ന, അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെയും തലയുടെയും എക്സ്റേ എടുക്കുന്ന തരത്തിലുള്ള മെഷീനുകളുടെ വ്യത്യസ്തതകൾ, ആ മെഷീനുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള അറിയാവുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവസരങ്ങൾ കൂടും. കാരണം ഒരു മൈഗ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിലെ സാധ്യതകൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ളതിനേക്കാൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു. കാരണം വിദേശ രാജ്യങ്ങളിൽ പ്രായമായ ആൾക്കാർ
ആൾക്കാരുടെ എണ്ണം വളരെ വേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെക്കാളും വേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് കുറേ കഴിയുമ്പോൾ തിരിയും. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ അതൊരു സ്റ്റേബിൾ ആവുകയും തിരിച്ച് ഇന്ത്യയിൽ ഈ പറയുന്ന ഇപ്പോൾ കേരളത്തിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് ഓൾറെഡി. നമുക്ക് പ്രായമായ ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്, ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോപ്പുലേഷൻ ഒരു കുറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു വരുന്ന ഒരു ടെൻഡൻസി നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റും. ഇത് വിദേശ രാജ്യങ്ങളിൽ, കാനഡയിലും അതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജെറിയാട്രിക്സ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി പോലെയുള്ള മേഖലകളിലൊക്കെ ധാരാളം അവസരങ്ങൾ ഇനിയുള്ള കാലത്തുണ്ടാകും. ഹോം നഴ്സിംഗ് പോലെയുള്ള, കെയർ ടേക്കർ പോലുള്ള, നഴ്സിംഗ് പോലുള്ള മേഖലകളിലൊക്കെ ആ ഒരു പാരാമെഡിക്കൽ മേഖലയിൽ വലിയ സാധ്യതകളുണ്ടാകും. അപ്പോൾ ആ സാധ്യതകളെ മാക്സിമം സ്വന്തമാക്കുന്ന തരത്തിലേക്ക് പഠനക്രമങ്ങളെ മാറ്റാൻ കഴിയുമെങ്കിൽ കുട്ടികൾക്ക് സേഫ്റ്റി ഗിയേഴ്സ് മാക്സിമം പ്രോപ്പറായിട്ട് ഒരു കോംപ്രമൈസും ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് ചേരുന്ന മികച്ച സാധ്യതകളുടെ ഒരു വലിയ ലോകം തന്നെയാണ് മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി നമുക്ക് മുമ്പിൽ ഒരുക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് മെഡിക്കൽ അല്ലാത്ത റേഡിയോളജിക്കൽ ടെക്നോളജി ഉണ്ട്. അത് നമ്മളെ ഫുഡ് പ്രിസർവ് ചെയ്യുന്ന തരത്തിൽ, അതുപോലെ തന്നെ മറ്റ് പല എന്താ പറയുക, ഈ പറയുന്ന ഒരു നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നടക്കുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തെടുക്കുന്നതിന്, കെട്ടിടങ്ങളുടെയും ഒക്കെ നിർമ്മാണം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സുരക്ഷിതത്വം വിലയിരുത്തുന്നതിനൊക്കെ നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ ഇമേജിങ് അല്ലാതുള്ള റേഡിയോളജിക്കൽ ടെക്നോളജിയെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, അതും നമുക്ക് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും കഴിയും.